എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓണക്കിറ്റ് ഓഗസ്റ്റ് 10 മുതൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ നടപടി തുടങ്ങിയതായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ ഭക്ഷ്യ വിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായിട്ട് 1 ലക്ഷത്തിലധികം സൗജന്യ ഓണ കിറ്റുകൾ വിതരണം ചെയ്യുന്നതാണ്. ഇതിനായിട്ട് പണം അനുവദിച്ചു കഴിഞ്ഞു. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങളടങ്ങിയ കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20-ാം തീയതി വരെ ലഭിക്കുന്നതാണ്. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാകുന്നതാണ്. മുൻഗണന ഇതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിലെ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഭക്ഷ്യ വകുപ്പിനായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. സൗജന്യ കിറ്റ് ഉൾപ്പെടെയുള്ള വിപണി ഇടപെടലിനായിട്ട് 273 കോടി രൂപയും നെല്ല് സംഭരണ ബോണസായിട്ട് 154 കോടി രൂപയും ഗതാഗത ചാർജ് ഇനത്തിൽ 20 കോടി രൂപയും നൽകുന്നതാണ്. വിപണിയിലെ വിലക്കയറ്റം തടയുവാൻ ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പദ്ധതി നടത്തിപ്പുകളിൽ 5 പരിഷ്കാരങ്ങൾ വരുത്തുന്നതാണ്. പദ്ധതി നടത്തിപ്പ് വൈകുന്നത് മൂലം ഖജനാവിൽ നിന്ന് കോടികൾ നഷ്ടമാകുന്നത് തടയുവാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായിട്ടും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പോർട്ടലിൽ രൂപീകരിക്കുന്നതാണ്. പ്ലാന്റ് സ്പേസ് 2.0 എന്ന പ്രോജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് രൂപീകരിക്കുന്നതാണ്. വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളിലേക്കും ജിയോ ടാഗ് ചെയ്യുന്നതാണ്. GIS അധിഷ്ഠിതമായിട്ടുള്ള പ്രോജക്റ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ 2000-ഓളം പദ്ധതികളെ ജിയോ മാപ്പിംഗിലൂടെ ട്രാക്കിംഗ് നടത്തുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെ സമഗ്രമായിട്ടുള്ള അസറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. ആകെയുള്ള 591 സർക്കാർ സ്ഥാപനങ്ങളിൽ ശമ്പളമായിട്ട് 19,000 കോടിയോളം രൂപയാണ് നൽകുന്നത്. പല കാലത്തായിട്ട് രൂപീകരിച്ച സ്ഥാപനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞ ശേഷം പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് എയ്റോസ്പേസിനായിട്ട് 90 ഏക്കർ കൂടി DRDOക്ക് നൽകുവാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.